വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് റനായ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്ന പോം അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ പോയത്തിൻ്റെ പോയറ്റിക് ഡിവൈസസ് എന്താണെന്നുള്ള കാര്യം പറയാമെന്ന്. അപ്പോൾ ഇന്ന് ഈ പോയത്തിൻ്റെ പോയറ്റിക് ഡിവൈസസ് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ പോയം. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ചെന്ന് കണ്ടു നോക്കുക. ഒരു 3 സ്റ്റാൻസേ ഉള്ളൂ, വളരെ ഷോർട്ടായിട്ടുള്ളൊരു പോയമാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വന്ന് പോയറ്റിക് ഡിവൈസ് കാണുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പോയറ്റിക് ഡിവൈസസ് എന്താണെന്നുള്ള കാര്യം നോക്കാം. പോയം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടുള്ള വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് പോയറ്റിക് ഡിവൈസസ് എന്താണെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഈ പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അതായത് നമ്മുടെ പോയത്തിന് നമ്മൾ പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് ഒരു ലിറ്റററി ടെക്നിക്കാണ്. അതായത് നമ്മുടെ പോയത്തിന് കൂടുതൽ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലിറ്റററി ടെക്നിക്സിനെയാണ് നമ്മൾ പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമുക്കിനി നമ്മുടെ ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്ന പോയത്തിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ആലിട്രേഷനാണ്. അപ്പോൾ ആലിട്രേഷൻ എന്ന് പറഞ്ഞിരുന്നാൽ റെപ്പറ്റീഷൻ ഓഫ് കോൺസണൻറ്റ് സൗണ്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് വേർഡ്സ്. അപ്പോൾ വേർഡ്സിൻ്റെ തുടക്കത്തിൽ കോൺസണൻറ്റ് സൗണ്ട്സ് റെപ്പറ്റേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആലിട്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് കാണാം സ്റ്റാർട്ട് അറ്റ് ദ സ്നാപ്ഷോട്ട്. അപ്പം ആ സ്റ്റാർട്ടിൻ്റെ എസ്സും സ്നാപ്ഷോട്ടിൻ്റെ എസ്സും റെപ്പറ്റേഷൻ ഓഫ് ദ സെയിം സൗണ്ട്സ് ആണ്. അതേപോലെ സ്റ്റിൽ സൈലൻ്റ്ലി, സ്റ്റില്ലിൻ്റെ എസ്സും സൈലൻ്റ്ലിയുടെ എസ്സും അത് രണ്ടും കോൺസണൻറ്റ് സൗണ്ട്സ് ആണ്. ടെറിബിളി ട്രാൻസിറ്റ്, ചെറുബിളിയുടെ ടീയും ട്രാൻസിറ്റിൻ്റെ ടീയും. അപ്പോൾ അതാണ് പറഞ്ഞത് റെപ്പറ്റീഷൻ ഓഫ് കോൺസണൻറ്റ് സൗണ്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ വേർഡ്സിൻ്റെ തുടക്കത്തിൽ കോൺസണൻറ്റ് സൗണ്ട്സ് റെപ്പറ്റേറ്റീവായിട്ട് വരുന്നതിനെയാണ് നമ്മൾ ആലിട്രേഷൻ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു നോ വാട്ട് ഇസ് കോൺസണൻറ്റ് സൗണ്ട്സ്. കോൺസണൻറ്റ് സൗണ്ട്സ് എന്താണെന്ന് അറിയായിരിക്കും, വവൽസ് എന്താണെന്ന് അറിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത പോയറ്റിക് ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചിരുന്നാൽ ഇമേജറിയാണ്. ഇമേജറി എന്ന് വെച്ചിരുന്നാൽ ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ദാറ്റ് ക്രിയേറ്റ്സ് വിഷ്വൽ ഇമേജസ് ഇൻ ദ റീഡേഴ്സ് മൈൻഡ്. അതായത് നമ്മളൊരു പോയത്തിൽ തന്നെ വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യും. ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് എന്നുള്ള വേർഡ്സിൽ നിന്ന് തന്നെ അറിയാം ഇറ്റ് ഗീവ്സ് എ ക്ലിയർ കട്ട് ഡിസ്ക്രിപ്ഷൻ ടു ദ റീഡർ. അപ്പോൾ അതായത് റീഡറിൻ്റെ മൈൻഡിൽ അത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈ ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജസ് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിനെയാണ് ഇമേജറി എന്ന് പറയുന്നത്. വിച്ച് ഹെൽപ്സ് ടു വിഷ്വലൈസ്, ഓൾസോ ഇറ്റ് ക്രിയേറ്റ് ആൻ ഇമേജ് ഇൻ ദ മൈൻഡ് ഓഫ് എ റീഡർ. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ദ സീ ഹോളിഡേ വാസ് ഹെർ പാസ്റ്റ്, മൈൻഡ് ഈസ് ഹെർ ലാഫ്റ്റർ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കൊരു ക്ലിയർ ആയിട്ടൊരു ഇമേജാണ് കിട്ടുന്നത് ആ ഒരു ഓഥറിൻ്റെ ഫീലിങ്സിനെ പറ്റിയും അതേപോലെ ഓഥറിൻ്റെ പേരൻറ്റിൻ്റെ ആ ഒരു അമ്മയുടെ ആ ഒരു ഫീലിങ്സും ഇമേജും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് ഓക്സിമറൻ ആണ്. ഓക്കെ, ഓക്സിമറൻ അങ്ങനെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് വെച്ചിരുന്നാൽ എ ഫ്രേസ് ഇൻ വിച്ച് കോൺട്രഡിക്ടറി ടേംസ് അപ്പിയർ ടുഗദർ. അതായത് രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇമോഷൻസ് യൂസ് ചെയ്ത് നമ്മളൊരു പുതിയ ഫ്രേസ് ഉണ്ടാക്കുന്നു. അതിനെയാണ് ഓക്സിമറൻ എന്ന് പറയുന്നത്. ഇതിനിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നേക്കുന്നത് ലേബേർഡ് ഈസ് ഓഫ് ലോസ് എന്നാണ്. നമ്മുടെ പോത്തിൽ യൂസ് ചെയ്തേക്കുന്നതാണ് ലേബേർഡ് ഈസ് ഓഫ് ലോസ്. ലേബേർഡ് എന്ന് വെച്ചിരുന്നാൽ ഫോഴ്സ്ഫുള്ളി ചെയ്യുക എന്നുള്ളതാണ്. ലേബേർഡ് മീൻസ് ഫോഴ്സ്ഫുള്ളി എന്നാണ്. ഈസ് എന്ന് വെച്ചിരുന്നാൽ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ ഫോഴ്സ്ഫുള്ളി കംഫർട്ടബിൾ ആക്കുന്നത്? ഓക്കെ, അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇമോഷൻസ് യൂസ് ചെയ്ത് ഒരു ഫ്രേസ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഓക്സിമറൻ എന്ന് പറയുന്നത്. അത് പോയറ്റിക് ഡിവൈസായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഓക്സിമറൻ എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസിന് ഞാൻ മറ്റൊരു എക്സാമ്പിളും കൂടി തരാം. അത് നമ്മുടെ പോയറ്റിൽ നിന്നല്ല, അല്ലാതെ ഞാൻ പുറത്തുനിന്നൊരു എക്സാമ്പിൾ പറയുകയാണ്. ടെറിബിൾ ബ്യൂട്ടി, അതൊരു ഫ്രേസാണ് കേട്ടോ, ടെറിബിൾ ബ്യൂട്ടി. അപ്പോൾ ടെറിബിൾ എന്ന് പറയുന്ന വേർഡ് നമുക്കറിയാം ഒരു നെഗറ്റീവ് വേർഡാണിത്. ബ്യൂട്ടി എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ളതും. അപ്പോൾ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവുമായിട്ടുള്ള വേർഡ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇമോഷൻസിനുള്ള വേർഡ് നമ്മൾ കമ്പൈൻ ചെയ്താണ് പുതിയൊരു ഫ്രേസ് ഉണ്ടാക്കുന്നത്. അതൊരു പോയറ്റിക് ഡിവൈസായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അതിനെയാണ് ഓക്സിമറൻ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. പേഴ്സോണിഫിക്കേഷൻ എന്ന് വെച്ചിരുന്നാൽ ഗിവിങ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു നോൺ ഹ്യൂമൻ തിങ്സ്. അതായത് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ഹ്യൂമൻ ക്വാളിറ്റീസ് നൽകി നമ്മൾ അതിനൊരു ലൈഫ് നൽകുന്നു. അതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പോയറ്റിൽ നിന്നുള്ള എക്സാമ്പിൾ നോക്കാം. ദ സീ വാഷ്ഡ് ദെയർ ടെറിബിളി ട്രാൻസിറ്റ് ഫീറ്റ്.
അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ദ സീ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഇഫ് ഇറ്റ് നോസ് ദ പീപ്പിൾ ആർ ടെമ്പററി. ആ വാഷ്ഡ് അവേ എന്ന് പറയുന്നത് സീ അവിടെ ചെയ്യുന്ന ഒരു ആക്ഷനാണ്. ഈ വാഷ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ഹ്യൂമൻ ക്വാളിറ്റിയാണ്. അപ്പോൾ നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സിന് ഹ്യൂമൻ ക്വാളിറ്റീസ് നൽകി ഒരു ലിവിങ് ഓബ്ജക്റ്റ് പോലെ ആക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പോയത്തിൽ നിന്നല്ലാതെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ലീവ്സ് ആർ ടോക്കിംഗ് ഈച്ച് അതർ. അപ്പോൾ ലീവ്സ് സംസാരിക്കാറില്ല, പക്ഷേ നമ്മൾ അതിനൊരു ഹ്യൂമൻ ക്വാളിറ്റി നൽകി അതിന് ലൈഫ് നൽകുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് മോർ ക്ലിയർ ഫോർ യു. ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് പുറത്തുനിന്നുള്ള എക്സാമ്പിളും കൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് ഐറണിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഐറണി എന്ന് പറഞ്ഞത്? എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ എക്സ്പെക്റ്റേഷൻ ആൻഡ് റിയാലിറ്റി. റിയാലിറ്റി വേറെ ആയിരിക്കും, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വേറെ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും തങ്ങളിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിരുന്നാൽ ദ ഫോട്ടോഗ്രാഫ് ഷോസ് എ ഹാപ്പി മൊമെൻറ്റ് ബട്ട് നൗ ദ മദർ ഇസ് ഗോൺ. അപ്പോൾ ആ ഫോട്ടോഗ്രാഫ് ആദ്യം ആക്ച്വലി ഡെപ്പിക്റ്റ് ചെയ്യുന്നത് ഒരു ഹാപ്പി മൊമെൻറ്റിനെയാണ്. ആ ഫോട്ടോഗ്രാഫ് കാണിക്കുന്നത് ഒരു ഹാപ്പി മൊമെൻറ്റിനെ ആണെങ്കിലും അവിടെയുള്ള ഇമോഷൻ എന്ന് പറയുന്നത് സങ്കടമാണ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഐറണി എന്ന് പറയുന്നത്, കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ എക്സ്പെക്റ്റേഷൻ ആൻഡ് റിയാലിറ്റി. ഇപ്പം ഫോട്ടോ കാണുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഹാപ്പി മൊമെൻ്റ് ആണെന്നാണ്, പക്ഷേ അതിൻ്റെ റിയാലിറ്റിയിൽ എന്താണ്, അറ്റ് പ്രസൻറ്റ് എന്താണ് അവിടെ? ഒരു സങ്കടമാണ് നിലനിൽക്കുന്നത് അല്ലേ? അപ്പോൾ അതിനെയാണ് ഐറണി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ലൈനായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. ആ പോയത്തിൻ്റെ ഓവറോൾ ഇമോഷൻ വെച്ചാണ് നമ്മൾ ഐറണി എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ലാസ്റ്റ് യൂസ് ചെയ്തേക്കുന്ന പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് സിംബലിസമാണ്. ഇപ്പോൾ സിംബലിസം ആ വേർഡിൽ നിന്ന് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈസിയാണ്. യൂസ് ഓഫ് സിംബൽസ് ടു റെപ്രസെൻറ്റ് ഐഡിയാസ് ഓർ ക്വാളിറ്റീസ്. അപ്പോൾ ഏതെങ്കിലും ഐഡിയാസോ ക്വാളിറ്റീസോ ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സിംബൽസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് നിൽക്കുന്നത് ഫോട്ടോഗ്രാഫ് തന്നെയാണ്. ദ ഫോട്ടോഗ്രാഫ് സിംബലൈസസ് മെമ്മറി, ലോസ് ആൻഡ് ദ പാസേജ് ഓഫ് ടൈം. അപ്പോൾ ഈ ഒരു മെമ്മറിയെയും ലോസിനെയും പാസേജ് ഓഫ് ടൈമിനെയും ഒക്കെ കാണിക്കാനായിട്ട് അവിടെ ഒരു സിമ്പിളായിട്ട് നിൽക്കുന്നത് ആ ഫോട്ടോഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുമാണ് ഈ ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്ന പോയത്തിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്തേക്കുന്ന പോയറ്റിക് ഡിവൈസസ്. ഓക്കെ, അപ്പോൾ പോയം കൂടി കണ്ടിട്ട് നോക്കിയിട്ട് പോയറ്റിക് ഡിവൈസ് നോക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. അപ്പോൾ മനസ്സിലായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ഞാൻ ഷെയർ ചെയ്ത് അത് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ.